എന്തിനാടാ ചക്കരെ നീ മാല പിടുങ്ങാൻ പോയത്? ഞങ്ങളുടെ കൂടെ പോന്നാൽ പോരായിരുന്നു? യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മാല പൊട്ടിക്കൽ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുപ്രസിദ്ധ മോഷ്ടാവ് ഷിബു നായരുടെ മറുഭാഷ കേട്ട് കേരളത്തിലെ പ്രമുഖ അപ്പോസ്തലന്മാരുടെയും ഗുണ്ടാസ്തോലന്മാരുടെയും പ്ലാച്ചർമാരുടെയും സംയുക്ത യൂണിയൻ വട്ടം കൂടിയിരുന്ന് സ്വോത്രം പറഞ്ഞൊരു ഞടുക്കൻ രേഖപ്പെടുത്തുകയും ഒരു കിടുക്കാച്ചി ഡയലോഗ് അടിക്കുകയും ചെയ്തു. എന്തിനാടാ ചക്കരെ നീ മാല പിടുങ്ങുവാൻ പോയത് എന്ന്. നല്ല ആകാരവടിവ്, നല്ല താടി, നല്ല ശെമണ്ട്, മുഖത്ത് നോക്കി നല്ല പച്ചക്കള്ളം പറയുവാനുള്ള അസാധാരണമായ കഴിവ്, എവിടെയും തുരന്നു കയറുവാനുള്ള മെയ്വഴക്കം, ഏത് തുറക്കാത്ത വാതിലും പൂട്ടും പൊളിച്ച് അകത്ത് കയറുവാനുള്ള അസാമാന്യ പാടവം, ഒരു വെള്ള ഷർട്ടും കഷത്തിൽ ഒരു വേദപുസ്തകവും വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ലക്ഷണമൊത്ത ഒരു പ്ലാച്ചർ ലുക്ക്. പിന്നെ നീ എന്തിനാടാ ചക്കരെ വെറും ഒരു മാല പൊട്ടിച്ച് കള്ളനായത് എന്നതായിരുന്നു അവിടെ ആ ചോദ്യം. അവിടെ ആ ചോദ്യത്തെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അടൂരിലെ ഒരു വീട്ടിൽ ഒരു പാസ്റ്ററുടെ വേഷത്തിൽ ഭവനവേതനത്തിന് ചെന്നപ്പോൾ വീട്ടുകാരെ മറുഭാഷ പറഞ്ഞ് കയ്യിലെടുത്തത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി കാണിക്കുവാൻ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ ഷിബു പെട്ടെന്ന് പാച്ചറുടെ മൂഡിലായി. പിന്നെ അങ്ങോട്ട് കൂമ്പിനിടിക്കുവാൻ നിന്ന പോലീസുകാർ പോലും കൈപൊക്കി ഹല്ലേലൂയ സ്വത്രം പറഞ്ഞു. പ്രാർത്ഥിച്ച് ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. കൊള്ളാം കേട്ടോ. ഇത് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. നമ്മൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഷിബു നായരുടെ 10-1 കഴിവില്ലാത്തവരാണ് ഇന്ന് അപ്പോസ്തലന്മാരായും ഗുണ്ടാസ്തലന്മാരായും പ്ലാച്ചർമാരായും ദ്രവ്യദാസന്മാരുമായും ഒക്കെ അരങ്ങുവാഴുന്നത്. അവരാരും മാലയോ അരിഞ്ഞാണമോ വലിച്ചു പറിക്കത്തില്ല. സ്ത്രീകളെ കൊണ്ട് മാലയും അരിഞ്ഞാണവും സ്വയം പറിപ്പിച്ച് അവരുടെ ബക്കറ്റിലിടിപ്പിക്കുന്ന ടെക്നിക്കാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒരൊറ്റ പരാതിയുമില്ല, അവരിതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല. ഈ ടെക്നിക് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ പാപം ഷിബു നായർ അകത്തായത്. മാല അരിഞ്ഞാണം പിടുങ്ങലിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റുകളായിരുന്നു കോട്ടയത്തെ തങ്കുവും തോമസ് കുറ്റിയും. പെണ്ണുങ്ങളുടെ ഊരിയെറിഞ്ഞ അരിഞ്ഞാണമായിരുന്നു ഡെവിളി ഫീസ്റ്റ് അഥവാ സാത്താന്റെ സദ്യ എന്ന കൂട്ടായ്മയുടെ അടിത്തറ. അരിഞ്ഞാണത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പോക്കിയ തന്റെ പൈശാചിക സഭ പാതാള ഗോപുരങ്ങളെ പുണരും എന്നാണ് തങ്ക ബ്രദേഴ്സ് പറയുന്നത്. കൊട്ടാരക്കരയിലെ അമൈരശിരസ്കനും അരയിൽ കിടക്കുന്ന അരിഞ്ഞാണം അര പോലും അറിയാതെ അടിച്ചു മാറ്റുവാൻ മിടുമിടുക്കനായിരുന്നു. ചൊറിയൻ താരവും ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അരിഞ്ഞാണം ഊരിക്കൊടുത്താൽ ഭർത്താവ് പോലും അറിയില്ല എന്നാണ് അമ്മായിമാർ പറയുന്നത്. എന്തായാലും ഷിബു നായർ പിടിക്കപ്പെട്ടു. ഇതാ കണ്ടോ, ഇവനൊക്കെ പാച്ചർമാരാകാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഷിബു പി നായർക്ക് ആയിക്കൂടാ? ഇവിടെ നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ. കൈ ചുരുട്ടിയാൽ എൻ്റെ അമ്മാടമ്പി സ്വഭാവം പുറത്തു പുറത്തു വരിക. കൈ മേളോട്ട് കയറിയ പിന്നെ എനിക്ക് ധൈര്യം, പഴയ ശീലമാണ്. കൈ ഇങ്ങനെ ചുരുട്ടി കയറ്റിയ ശീലം. ഇത് കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരമുണ്ടല്ലോ. കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരത്താ താമസിക്കുന്നത്. കുറച്ച് വാടക ചോദിക്കുന്നതിനപ്പുറത്തോട്ട് പറയരുത്. മൈക്കെടുത്ത് ഞാൻ എറിയും. ഞാൻ ഇവിടെ വെച്ച് നിർത്തും. മനസ്സിലായോ? ഞാൻ പറയും, ഞാൻ പിണറായി പക്ഷക്കാരനാ, ഞാൻ CPIM-കാരനാ, അതിനൊരു മാറ്റം ഇനിയില്ല. എവിടെ നിന്ന് വേണേലും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
തന്നോട് ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എണ്ണീര് പോയി എവിടെ കാണാൻ വരുന്നത് തേമ്പിയാ തിരിച്ചു തേമ്പും തർക്കമില്ലാത്ത കേസാ. കേസ് കൊടുക്കാൻ പോവാ. കൊടുക്ക് കേസ്, കൊടുക്ക് കേസ്. എനിക്ക് ആളും വരുമില്ലേ? ഭരിക്കുന്ന ഞങ്ങളാന്നുള്ളത് വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല. ഇങ്ങോട്ട് കയറി അലമ്പ് കാണിച്ച 7 ഇരട്ടി ശക്തിയിൽ അങ്ങോട്ടും അലമ്പ് കാണിക്കും. തർക്കമില്ലാത്ത കേസാണ്. റേഞ്ച് ഉണ്ടെന്ന് ആരെയാ കാണിക്കുന്നത്? 4, 3, 7 കോൺഗ്രസ്സുകാരെ കാണിച്ചിട്ട് എനിക്ക് റേഞ്ച് ഉണ്ടെന്ന്. ഇവിടെ 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 ഏതാ? അതൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചോണം. എനിക്ക് കൈ തന്നില്ല, ഈ ആള് ഞാൻ കൈ കൊടുത്തിട്ട് കൈ തന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോന്ന് കൈ വെക്കാവോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിടിച്ചിറക്കണോ, ഓടി ഇറക്കണോ, തല്ലി ഇറക്കണോ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കുപ്രസിദ്ധ മോഷ്ടാവായ ഷിബു എസ് നായർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചാണ് പോലീസ് പിടിയിലായത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ ആക്രമിച്ച് പണവും സ്വർണവും തട്ടുക, റോഡരികിൽ നിൽക്കുന്ന സ്ത്രീകളോട് വഴി ചോദിക്കാനെന്ന വ്യാജേന എത്തി മാല പൊട്ടിച്ച് കടന്നുകളയുക, ഇതൊക്കെയായിരുന്നു ഷിബുവിൻ്റെ ഒരു ലീലാവിലാസങ്ങൾ. കഴിഞ്ഞ ദിവസം വാകത്താനം ഇന്ദിരാനഗറിലെ ഒരു വീട്ടിൽ നടത്തിയ മോഷണ കേസിലാണ് അറസ്റ്റിലായത്. വാകത്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഷിബു അക്രമാസക്തനായിട്ടാണ് പോലീസുകാരോട് പെരുമാറിയത്. കുനിച്ചു നിർത്തി മുതുകിനിട്ട് 2 കൈവപ്പ് ശുശ്രൂഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷിബു മറുഭാഷ പറഞ്ഞു തുടങ്ങി. ഷിബു എസ് നായർ മിടുക്കനാണ്. സംസ്ഥാനത്തുടനീളം 42 കേസുകളിൽ ഇതുവരെ പ്രതിയാണ് ഷിബു. എല്ലാം നല്ല മോഷണവും തട്ടിപ്പ് കേസുകളും. വയോധികരായ സ്ത്രീകളാണ് പ്രതിയുടെ ഇരകൾ. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകൾ നിരീക്ഷിച്ച് വീട്ടിൽ കയറി മോഷണം നടത്തുക. വളരെ നല്ല രീതിയിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തിട്ടാണ് ഓരോ മോഷണവും നടത്താറ്. നിങ്ങൾ പറ, നിലവിലെ സ്ഥിതിയിൽ ഇവനൊരു മിനിസ്ട്രി ഉണ്ടാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ പൊളിക്കില്ലേ? തങ്കുവിൻ്റെയും കൊട്ടാരക്കര അപ്പോത്തോലിൻ്റെയും കച്ചവടം ഇവൻ പൂട്ടിക്കില്ലേ? അടൂരിലെ മോഷണക്കുറ്റത്തിന് ജയിലിലായിരുന്ന ഷിബു ഇക്കഴിഞ്ഞ ജനുവരി 28-നാണ് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് വാകത്താനത്തെ വീട്ടിലെത്തി സ്വർണം മോഷ്ടിച്ചത്. നിരവധി CCTVകൾ പരിശോധിച്ചതിൽ നിന്നാണ് വാകത്താനം പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിലെത്തിയാണ് ഷിബുവിനെ വാകത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിടികൂടാനെത്തിയ പോലീസുകാരെ ഷിബു കത്തി വീശി പേടിപ്പിക്കുവാൻ ശ്രമിച്ചു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും പോലീസ് പിടിച്ചെടുത്തു. പൂർണ്ണമായും അക്രമാസക്തനായ ഷിബു പോലീസ് സ്റ്റേഷനുള്ളിൽ സ്വയം തല ഭിത്തിയിലിടിച്ച് ഭിത്തിക്ക് പരിക്കുണ്ടാക്കുവാനും ശ്രമിച്ചു. ഷിബുവിനെ പോലെയുള്ള രക്ഷപ്പെടണമെന്നുള്ള മോഷ്ടാക്കളോട് പറയുവാനുള്ളത്, നിങ്ങൾ യാതൊരു കാരണവശാലും ഷിബുവിനെ പോലെ വെറും കള്ളനായി പോകരുത്, മണ്ടത്തരം കാണിക്കരുത്. ഒരു വെള്ള ഷർട്ടും ഒരു കറുത്ത പാൻറ്റും മേടിക്കേണ്ട ചിലവേ ഉള്ളൂ. ഞാൻ പണ്ടൊരു കള്ളനായിരുന്നു, ഇപ്പോൾ എനിക്ക് മനസാന്തരം വന്നു, സ്തോത്രം എന്നും പറഞ്ഞ് 2 മറുഭാഷ പറഞ്ഞാൽ പെണ്ണുങ്ങൾ അരഞ്ഞാണം മാത്രമല്ല താലിമാല വരെ പറിച്ചെറിഞ്ഞ് മുന്നിൽ വന്നു നിന്ന് കുത്തിയിരിക്കും. വെറുതെ എന്തിനാണ് കള്ളൻ എന്ന ആ നാറ്റപ്പേര് കൽപ്പിക്കുന്നത്? മറുഭാഷ പഠിക്കണമെങ്കിൽ മുംബൈയിലുള്ള നമ്മുടെ ഡാനിയൽ ഇടിച്ചെറിയെ ഓർമ്മയില്ലേ? ഇതാ കേട്ടോ. ശബലുദരാധന ബൗലി ബന്ദല ബീദല ബൗലദ റുദലി റന്ദല റുത്തല ബന്ദല താലദ ബന്ദല തൗല താവല താനശ ബന്ദേ ബിന്ദു രാധാ ബിത്ത ബത്ത ബൗലുദ റത്ത ബിത്ത ക്ഷത്ത ശൗലുദ റത്ത ഷാഗന ബൗലുദ റൂബന ബൗലദ റുബല ബൗല തൗല റന്ദം ബീദല ബൗലുദ റുബല റന്ദം റുത്തേ ഷാലം ബൗഷി റത്തം ഷാനാ റത്ത സൂഹദ ബൗലദ റിബന കംബര ബൗലദ റത്തല ബിത്ത ഷാലദ ബൗലദ റൂദല ഹീമൗദാന ബൗലി റത്തി അനദത്താന റുത്ത ബത്ത ബൗലദ റന്ദേ ബീബക്ഷാല ബൗഷി റത്ത ബൗലദ റത്ത ഫന്ദ ഫന്ദ ശൂലദ ബൗലദ റബലദ റന്ദല ರತ್ತನ ರಾಧನ ರೂದನ ಬೌಲದ ರಬನ ಕಂಬರ ಬೌಲದ ರತ್ತಲ ಬತ್ತ ಕ್ಷತ್ತಲ ರೂದನ ಬೌಚದ ರಬಲ ಕಂಬರ ಬೌಲದ ರೂದಲ ಭೌನ ರತ್ತಂ ഭൗലൗദാലം ബൗലം തൂലം ഇങ്ങനെ ഒരുപാട് പറയാൻ വഴി. അന്യഭാഷയിൽ നിന്ന് പാട്ടൊന്ന് ഒന്ന് പാടി കേൾപ്പിച്ചു തന്നത്. അത് ഞാൻ എനിക്ക് തോന്നുന്നത് ആ സിദ്ധിയുള്ള വളരെ ചുരുക്കം പേരേ ഉള്ളൂ. കേക്കട്ടെ. ശാലാദരന്താലരുത്താഹദം ൂദന്തരത്തെ രുട്ടീഫദം ദൂതം ക്ഷവീനേന ചന്ദാഹദം ശാവന്തരത്തെ രുത്താഹദം അപ്ലോന ദാനേദ ബൗലാദനം ബൗലം ഭവിഷ്യേന ചന്ദാഹദം ശാലന്തരുത്താഹരൂദാഹദം
രുത്തേഷ സന്ദേറിത്താരദം അവലക്ഷരന്താന സത്തേ ഭക്ഷാ രാദന്തരുത്തേരത്താവദം രാദം സവിഷേന സന്ദാഹദം താവശ്ശരന്തേ ഋത്താഹദം. എന്നാളും ഞാൻ നിന്നെ വാഴ്ത്തിയിടുമേ, എന്നുള്ള നിന്നിൽ പകർന്നിടുമേ. അതെന്തുവാ? എന്നും നിന്നുടെ സ്നേഹത്താലേ എന്നും ഞാൻ നിന്നിൽ ആശ്രയിക്കും. എന്നോട് ചേർന്നു നീ ജീവിച്ചിടാൻ, എൻ മാനം നിന്നിൽ വസിച്ചിടുവാൻ. എന്നെ നടത്തുന്ന ദൈവം തന്നെ എന്നാളും എന്നെ നടത്തിയിടുമേ. അതെന്നെ ഭാഷയിൽ പാടി മലയാളത്തിൽ പാടുക. അതിന്റെ അർത്ഥത്തിൽ ഇതൊക്കെ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല. ഞാൻ വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയത്. കേട്ടോ, ഇദ്ദേഹം മറുഭാഷാ സ്പെഷ്യലിസ്റ്റാണ്. ഇദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം എഴുതിയ ആ 5 പുസ്തകം അയച്ചു തരും. പിന്നെ ഒന്നും നോക്കാനില്ല, ചാറാ പറ മറുഭാഷ പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.